അപ്പോൾ കുറേ നാളത്തെ ആഗ്രഹമാണ് ബീഫ് സ്റ്റേക്ക് കഴിക്കുന്നത്. സ്റ്റേക്കോ എങ്ങനെയാ പ്രൊണൗൺസ് ചെയ്യുന്നതെന്ന് അറിയത്തില്ല. അപ്പോൾ ഇത് ബീഫ് മേടിച്ചപ്പോൾ കുറച്ച് സ്റ്റേക്കിനുള്ള കഷ്ണങ്ങളാക്കി മുറിച്ചിട്ടുണ്ട്. ഇങ്ങനെയല്ല കേട്ടോ മുറിക്കണത്. അപ്പോൾ നമ്മളിത് ഇന്ന് എയർ ഫ്രയറിൽ വെച്ചിട്ട് സ്റ്റേക്ക് ഉണ്ടാക്കാൻ പോവാണ്. അധികം സാധനങ്ങളൊന്നും വേണ്ട, ജസ്റ്റ് കുരുമുളക് പൊടിയും ഉപ്പും നാരങ്ങാനീരും മാത്രം വെച്ചിട്ടാണ് നമ്മൾ സ്റ്റേക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം അതിലേക്ക് കിടക്കാം. അപ്പൊ ആൾക്കാരുടെ എണ്ണം കൂടുതൽ കാരണം നമ്മൾ ഈ സ്റ്റേക്കിന്റെ സൈസ് ഒന്ന് ചെറുതായിട്ട് കുറയ്ക്കാൻ പോവാണ്. അപ്പൊ നമുക്ക് മുറിച്ച് വെക്കാം. ആവശ്യമുള്ള സാധനങ്ങള് നമ്മുടെ നാരങ്ങ, കുരുമുളക് പൊടി, ഉപ്പ്, ഇത്ര സാധനങ്ങളേ ഉള്ളൂ നമ്മുടെ സ്റ്റേക്കിന്. അപ്പൊ നാരങ്ങ നീര് നന്നായിട്ടൊന്ന് പിഴിഞ്ഞിട്ടത്. നാരങ്ങ നീരിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ഇടാം ആവശ്യത്തിനുള്ള. നമ്മൾ നാരങ്ങ നീരും ഉപ്പും കൂടെ ഇട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ കുരുമുളക് പൊടി. അപ്പൊ നമ്മുടെ വീട്ടിലത്തെ സ്റ്റേക്കിനുള്ള അരപ്പ് റെഡി ആയിട്ടുണ്ട്. സാധാരണ ബട്ടറും ഹെർബ്സും ഒക്കെ ചേർക്കാറുണ്ട്, റോസ്മേരി അങ്ങനെയൊക്കെ. പക്ഷെ നമ്മൾ അതൊന്നുമില്ല, നോർമൽ സ്റ്റേക്ക്, മലയാളികളുടെ സ്റ്റേക്ക്. അപ്പൊ നമ്മുടെ ബീഫിന്റെ പീസുകളെല്ലാം നമുക്ക് ഇതിൻ്റെ ഇനി മിക്സ് ചെയ്യാം. കുറച്ച് ബട്ടറൊക്കെ ഉണ്ടായാലും നല്ലതായിരുന്നു തോന്നുന്നു. അപ്പോൾ ഇത് എല്ലാ അരപ്പും ഇതിൽ പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു 10 മിനിറ്റ് ഫ്രീസറിൽ വെക്കാം. അപ്പോൾ നമ്മുടെ ഫ്രിഡ്ജിലൊരു 10 മിനിറ്റ് ഞാൻ ബീഫ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് എടുത്തൊന്ന് ഇളക്കിയിട്ട് നമുക്കിനി എയർ ഫ്രയറിൽ വെച്ചിട്ട് സ്റ്റേക്ക് വെക്കാം. എയർ ഫ്രയറിൽ ചെയ്യുമ്പോൾ എണ്ണയെ ഒഴിക്കേണ്ടെന്നാണ് പറയുന്നത്. എന്നാലും നമുക്ക് ജസ്റ്റ് എണ്ണയൊന്ന് ജസ്റ്റ് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ബാക്കിയുള്ള ഈ വെള്ളം കൂടെ ഒഴിച്ചത് എങ്ങനെയാ എന്താണെന്നൊന്നും എനിക്കറിയില്ല, വെറുതെ ഒരു പരീക്ഷണം. നമ്മുടെ ബീഫ് പീസൊക്കെ എടുത്ത് ഞാൻ എയർ ഫ്രയറിലേക്ക് വെക്കുവാണ്. ഇനി ഇവിടെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഏതിതാണോ 19 മിനിറ്റ്സാ? ഓക്കെ, 19 മിനിറ്റ് നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന്. വെച്ച് കഴിഞ്ഞിട്ട് ഇതുവരെ തുറന്നു നോക്കിയിട്ടില്ല. 19 മിനിറ്റാണ് വെച്ചേക്കുന്നത്. അപ്പം ഇനി 6 മിനിറ്റും കൂടെ ഉണ്ട്. പക്ഷെ അതിന് മുമ്പ് ഒന്ന് തുറന്നു നോക്കാനുള്ള ഒരു ടെൻഡൻസി. എന്താ സംഭവം എങ്ങനെയായി നോക്കാലോ. ഒന്നും സംഭവിച്ചിട്ടില്ല കേട്ടാ. വെന്തിട്ടില്ല. അപ്പൊ ഒന്നും കൂടെ വെക്കാം. അപ്പം സ്റ്റേക്ക് രണ്ടാമത്തെ തവണ ഞങ്ങൾ തുറന്നു നോക്കാൻ പോണത്. ചേച്ചിയുടെ എക്സൈറ്റ്മെന്റ് ഒക്കെ. ഏകദേശം ആയിട്ടുണ്ട് കേട്ടാ. സ്റ്റേക്ക് ആയില്ലെങ്കിലും ഇറച്ചി ചുട്ടതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ നമ്മുടെ ബീഫ് സ്റ്റേക്ക് ലാസ്റ്റ് സ്റ്റേജ് ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് തുറന്നു. ഇതിനകത്തുള്ള കഷ്ണങ്ങൾ മിസ്സിങ് ആണല്ലോ. ആണല്ലേ? അപ്പൊ ഏകദേശം ഇറച്ചി ചുട്ടതുപോലെയൊക്കെ ആയിട്ടുണ്ട്. നമുക്കിത് ടേസ്റ്റ് ചെയ്യാം. ഇത് പാത്രത്തിലേക്ക് ആക്കിയിട്ട് എല്ലാവർക്കും ടേസ്റ്റ് ചെയ്യണം. ചൂടായിരിക്കും അവിടേക്ക്. അപ്പൊ എപ്പോഴത്തെ പോലെ തന്നെ ചേട്ടനാണ് ഞാൻ ആദ്യം കൊടുക്കുന്നത്. ഇതിനകത്തുള്ള കഷ്ണങ്ങളൊക്കെ കുറയുന്നുണ്ട്. അതിലൊക്കെ ഇവരെ ഉണക്കിറച്ചി വേറെ തിന്നോണ്ടേയിരിക്കും നമ്മള്. കുരുമുളകും പുളിയും ഉപ്പും ചൂടുണ്ടാ. അതെല്ലാം അപ്പൊ അവിടെ ബീഫ് സ്റ്റേക്ക് എന്നൊക്കെ പറയായിരിക്കൂലേ, ചുട്ടതെന്നൊക്കെ വേണമെങ്കിൽ പറയാമോ. എല്ലാരും കഴിച്ച് തീർന്നിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയൊന്നും അല്ല വെക്കുന്നതെന്ന് അറിയാം, എന്നാലും ഇതൊരു രസമല്ലേ. അപ്പൊ വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം.
ടാറ്റ.